Hello everyone. Continuous random variables in the by weight distribution problems ആണ് നമ്മൾ ഇവിടെ ചെയ്യുക. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. എ ബാങ്ക് ഓപ്പറേറ്റ്സ് both a drive up facility and a woke up window. On a randomly selected day, let x is equal to the proportion of time that drive up facility is in use. ഓക്കെ, അപ്പോൾ യൂസ് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു കസ്റ്റമർ എങ്കിലും അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. Y is the proportion of time that the woke-up window is in use. ഓക്കെ, അപ്പോൾ അവിടെയും ഒരു കസ്റ്റമർ എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് സിസ്റ്റം ബിസി ആവുക. ഓക്കെ, സോ ദ സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ ഇതൊരു ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, രണ്ട് വേരിയബിൾസ് ഉള്ളത് എക്സും വൈ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എടുക്കുന്നത് 0 to 1 ആണ്, വൈയുടെ വാല്യൂ 0 to 1 ആണ്. മേ ബി 1 day ആവാം, 1 hour ആവാം, ദാറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, സോ 0 to 1 ആണ് എക്സിൻ്റെ വേരിയേഷൻ ആൻഡ് വൈ വേരി ചെയ്യുന്നത് 0 to 1 വരെയാണ്. എൻ്റെ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 6/5 എക്സ് പ്ലസ് വൈ സ്ക്വയർ. എക്സ് വേരീസ് ഫ്രം 0 to 1 ആൻഡ് വൈ വേരീസ് ഫ്രം 0 to 1, 0 അതർവൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, വെരിഫൈ ദാറ്റ് ദിസ് ഇസ് എ ലെജിറ്റിമേറ്റ് പി ഡി എഫ്. ദാറ്റ് മീൻസ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദിസ് വൺ ഈസ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ ജോയിന്റ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയണം. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് ആണെന്ന് പറയണം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഇതൊരു ഡെൻസിറ്റി ഫംഗ്ഷൻ ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം എക്സ് പ്ലസ് വൈ സ്ക്വയർ, എക്സും വൈയും പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ് വാല്യൂസ് എടുക്കുകയുള്ളൂ, ഇതൊരിക്കലും നെഗറ്റീവ് വാല്യൂ കിട്ടില്ല, റൈറ്റ്? അതുകൊണ്ട് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഈസ് ദാറ്റ് ഇതിൻ്റെ ഡബിൾ ഇൻ്റഗ്രൽ, ഓക്കെ, ഓവർ ദിസ് റീജിയൻ. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ 0 to 1ഉം വൈയുടെ വേരിയേഷൻ 0 to 1ലും ആയിട്ടുള്ള റെക്ടാങ്കുലർ റീജിയനാണ്. ആ റീജിയനിൽ ഇതിൻ്റെ ഡബിൾ ഇൻ്റഗ്രൽ നമുക്ക് 1 കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ഇൻ്റഗ്രൽ 0 to 1 6/5 എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. അപ്പോൾ ഈ ഫംഗ്ഷൻ ആദ്യം എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ 6/5 എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ എക്സ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക, എക്സിനാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് 0 to 1. 1 കൊടുക്കുമ്പോൾ നമുക്ക് 1/2 പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0 ആണ് കിട്ടുക, റൈറ്റ്? അപ്പോൾ ഈ ഫംഗ്ഷനെ ഇനി y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ ഓഫ് 1/2 ഇസ് y/2, വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ y³ 3, ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 1. അപ്പോൾ നമുക്ക് 6/5 ടൈംസ് 1/2 പ്ലസ് 1/3 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് അപ്പോഴും 0 ആയിരിക്കും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 6/5 ടൈംസ് 5/6, നമുക്ക് 1 എന്നാണ് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. Now the second part is the probability that neither facility is busy more than 1/4 of the time. ഓക്കെ, ഇതാണ് സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് രണ്ട് ഫെസിലിറ്റിയും ബിസി ആവരുത്. ഓക്കെ, 1/4 ഓഫ് ദ ടൈം എന്നാണ് ഉദ്ദേശിക്കുക. അതായത് എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 ആവണം, വൈ ഓൾസോ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 ആവണം. ഓക്കെ, അപ്പോൾ ഈ പ്രോബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ്സ് എ പ്രോബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/4 ആൻഡ് 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1/4. ഓക്കെ, അപ്പോൾ അത് ഡബിൾ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് 0 to 1 നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 to 1/4, 0 to 1/4 ആണെന്ന് മാത്രം. അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആദ്യം എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ എക്സ് സ്ക്വയർ ബൈ 2, വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. 0 to 1/4 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സിന് 1/4 കൊടുക്കുമ്പോൾ 1/16 ടൈംസ് 2 1/32 പ്ലസ് എക്സിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/4 വൈ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/32ൻ്റെ ഇൻ്റഗ്രൽ y/32 പ്ലസ് y³ 12 എന്ന് കിട്ടും. 1/4 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും, 0.0109 എന്ന് കിട്ടും. യു ക്യാൻ യൂസ് കാൽക്കുലേറ്റർ ടു ഫൈൻഡ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് ഈ പ്രോബിലിറ്റി എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ മാർജിനൽ ഡെൻസിറ്റീസ് കണ്ടുപിടിക്കാനാണ്. മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സിൻ്റെയും വൈയുടെയും കണ്ടുപിടിക്കണം. അപ്പോൾ മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ്, എഫ് എക്സ് ഓഫ് എക്സിൻ്റെ ഫോർമുല ഇതാണ്. വൈ കൊണ്ട് കംപ്ലീറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. തന്നിരിക്കുന്ന ഡെൻസിറ്റി ഫംഗ്ഷൻ വൈ കൊണ്ട് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, വൈയുടെ ഫുൾ ലിമിറ്റിൽ. സോ ഇൻ്റഗ്രൽ 0 to 1, ഇതാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഡി വൈ. വൈ കൊണ്ട് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയോ. സോ 6/5 ടൈംസ് എക്സ് വൈ പ്ലസ് y³/3, 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ 6/5 ടൈംസ് എക്സ് പ്ലസ് 1/3 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഇതുപോലെ മാർജിനൽ ഡെൻസിറ്റി ഓഫ് വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് കൊണ്ട് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 1 ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ x² ബൈ 2, വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ xy².
0 to 1 ആണ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ ഇസ് 6/5 ടൈംസ് 1/2 പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് FI ഓഫ് y എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ വൈയുടെ വേരിയേഷൻ 0 to 1 ആണ്. അപ്പോൾ ആക്ച്വലി മാർജിനൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എക്സും വൈയും രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ അതിൽ എക്സിൻ്റെ മാത്രം ഡെൻസിറ്റിയാണ് ഈ തന്നിരിക്കുക. വൈയുടെ മാത്രം ഡെൻസിറ്റിയാണ് നമ്മൾ മാർജിനൽ ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ നമുക്ക് മാർജിനൽ ഡെൻസിറ്റീസും കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടു ഫൈൻഡ് ദ കണ്ടീഷണൽ ഡെൻസിറ്റി ഓഫ് വൈ ആണ്. വൈയുടെ കണ്ടീഷണൽ ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വൈയുടെ കണ്ടീഷണൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, y ഓഫ് y ബൈ എക്സ് ബൈ ഓഫ് y ബൈ എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഡെൻസിറ്റി ഫംഗ്ഷനെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് വൈയിലെ കണ്ടീഷണൽ ഡെൻസിറ്റി കിട്ടുക. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ ബൈ മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അത് എക്സിലെ മാത്രം ഫംഗ്ഷൻ ആയിരിക്കും, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഇതിൽ തന്നെ എക്സ് ഈക്വൽ ടു 0.8 ആകുന്ന ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ വാല്യൂവിനകത്തേക്ക് എക്സിന് 0.8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ വെൻ എക്സ് ഈക്വൽ ടു 0.8 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനകത്തേക്ക് എക്സിന് 0.8 കൊടുക്കുക. സോ ഇത് ക്യാൻസൽ ആയി പോയിക്കോളും. ആൻഡ് 0.8 പ്ലസ് വൈ സ്ക്വയർ ബൈ 0.8 പ്ലസ് 1/3 എന്ന് കിട്ടും. അപ്പോൾ ഇത് വൈയിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക, കണ്ടീഷണൽ ഡെൻസിറ്റി എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഇതാണ്. ഈ കണ്ടീഷണൽ ഡെൻസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ തന്നെയാണ്. ദ പ്രോബബിലിറ്റി ദാറ്റ് ദ വോക്കപ്പ് ഫെസിലിറ്റി ഇസ് ബിസി. വോക്കപ്പ് ഫെസിലിറ്റി എന്ന് പറയുന്നത് വൈ ആണ്. വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആണ്, റൈറ്റ്? അപ്പോൾ വൈ ഇസ് അറ്റ്മോസ്റ്റ് ഹാഫ് ദ ടൈം ഗിവൺ ദാറ്റ് എന്ന് ഓൾവേസ് നമ്മൾ പറയുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഗിവൺ ദാറ്റ് എക്സ് ഈക്വൽ ടു 0.8 എന്ന് പറയുന്നത് കണ്ടീഷണൽ ഡെൻസിറ്റി ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു 8. ആ ഡെൻസിറ്റി, അതായത് ഈ ഡെൻസിറ്റി, ഇതാണ് നമ്മൾ പറയുന്ന ഡെൻസിറ്റി. ഇതിൻ്റെ പ്രോബബിലിറ്റി അറ്റ്മോസ്റ്റ് ഹാഫ് ടൈം ആവണം, അതിനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്, റൈറ്റ്? അതായത് പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ y ലെസ് ദാൻ 0.5 ഗിവൺ എക്സ് ഈക്വൽ ടു 0.8. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഈ ഡെൻസിറ്റി ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ മുതൽ? 0 to 0.5 വരെ ഈ ഡെൻസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയോ? ഓക്കെ, സോ ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to 0.5 ദിസ് വൺ 0.8 പ്ലസ് വൈ സ്ക്വയർ ബൈ 0.8 പ്ലസ് 1/3. അത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എഴുതിയിരിക്കുക. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 17 ഒക്കെ പുറത്തേക്ക് എടുക്കാം. സോ 12 ഇൻ്റഗ്രൽ 12y പ്ലസ് 15y സ്ക്വയർ. അപ്പോൾ അത് 15y സ്ക്വയർ 15y³ 3 ആണ്. 3യും 15യും ക്യാൻസൽ ആയിട്ട് 5 എന്ന് എഴുതിയിരിക്കുന്നു. സോ 5x³ അപ്പോൾ 0 to 0.5. ഇതിനകത്ത് 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആൻഡ് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ യു ക്യാൻ യൂസ് കാൽക്കുലേറ്റർ ടു ഫൈൻഡ് ദ ഫൈനൽ ആൻസർ 0.390 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇവിടുത്തെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y ഗിവൺ x ഈക്വൽ ടു 0.8. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. Annie and Alvi have agreed to meet between 5 p.m. and 6 p.m. for dinner at a local head food restaurant. Okay, let x is equal to Annie's arrival time. Okay, അപ്പോൾ ആനീസ് അറൈവൽ ടൈം ആണ് എക്സ് എന്ന് പറയാം, ആൽവീസ് അറൈവൽ ടൈം ആണ് വൈ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ ഇതാണ്, എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? ആൻഡ് ദാറ്റ് ഈസ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന അറൈവൽ ടൈം ഒരു തീർച്ചയായിട്ടും ഒരു റാൻഡം വേരിയബിൾ ആണ്. ആൻഡ് ദാറ്റ് ഫോളോസ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർവൽ ഇതാണ് 5 to 6. 5 മുതൽ 6 വരെയുള്ള ഇത് ടൈമാണ് ഉദ്ദേശിക്കുക കേട്ടോ, 5 hours to 6 hours. അത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എക്സും വൈയും യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, എന്താണ് എക്സിൻ്റെയും വൈയുടെയും ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, നമുക്ക് ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഫോർമുല നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ അത് പറയുന്ന ഇതാണ്, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ എയ്ക്കും ബിക്കും ഇടയ്ക്കാണ് വാല്യൂസ് എടുക്കുന്നതെങ്കിൽ, രണ്ട് ഫൈനൈറ്റ് വാല്യൂസ് ആണ് എയും ബിയും ആണ് എടുക്കുന്നതെങ്കിൽ, ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് ഓൾവേസ് 1/b - a. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും എപ്പോഴും. ഓക്കെ, ഇതിനകത്ത് എക്സിൻ്റെ വേരിയബിൾസ് ഒന്നും ഉണ്ടാവില്ല, യു വിൽ ഗെറ്റ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ ഈ എക്സ് എന്ന് പറയുന്ന യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് 5 to 6. അപ്പോൾ തീർച്ചയായിട്ടും എക്സിൻ്റെ മാത്രം വേരിയേഷൻ നമുക്ക് പറയാൻ പറ്റും, അതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയാം. എക്സിൻ്റെ മാത്രം, എക്സും വൈയും ജോയിൻ്റ് അല്ല, എക്സിൻ്റെ മാത്രം ഡിസ്ട്രിബ്യൂഷൻ. സോ വി കോൾ ഇറ്റ് ആസ് fx ഓഫ് എക്സ്, ദാറ്റ് ഈസ് 1/6 - 1, 5നും 6നും ഇടയ്ക്കാണെങ്കിൽ, കാരണം ഇൻ്റർവെൽ 5 to 6 ആണ്. ഓക്കെ, എയുടെ സ്ഥാനത്ത് 5ഉം ബിയുടെ സ്ഥാനത്ത് 6ഉം ആണ്. അപ്പോൾ 1/6 - 5 എന്ന് വെച്ചാൽ യു വിൽ ഗെറ്റ് 1. അപ്പോൾ 5 to 6
എക്സിൻ്റെ വാല്യൂ 5 to 6 ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 1 ആണ്. 1 എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അടുത്തത് വൈയുടെ വാല്യൂ ഇത് പറഞ്ഞ പോലെ 5 to 6 ഇടയ്ക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് 1 ആണ്. അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? പ്രോബിലിറ്റി അല്ല, ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടും 1 ആണ്. അപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് നമുക്കറിയാം, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ അറിയാം. ഓക്കെ, അപ്പോൾ എന്താണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് വൈ എന്നാണ് നമ്മുടെ ക്വസ്റ്റൻ. അതാണ്. ഓക്കെ, അപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് വൈ ജനറലി രണ്ട് റാൻഡം വേരിയബിൾ എക്സിൻ്റെയും വൈയുടെയും ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് അറിയാമെങ്കിൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ ഈസി. അതിന് കൺവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ റിസൾട്ട് ഓൾറെഡി പഠിച്ചിരുന്നു. അതായത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാർജിനൽ ഡെൻസിറ്റീസ് എന്ന് പറയാം. റൈറ്റ്, അപ്പോൾ ഇവിടെ എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം, എഫ് ഐ ഓഫ് ഐയും 1 ആണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് വൈ എന്തായിരിക്കും? 1 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂം വൈയുടെ വാല്യൂം 5 to 6 എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ ഈസ് ഓൾവേസ് 1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാർജിനൽ ഡെൻസിറ്റി. അപ്പോൾ ഇങ്ങനെ എടുപ്പൊന്ന് എഴുതാൻ പറ്റണമെങ്കിൽ again I am telling you x and y must be independent. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉള്ളത് നമുക്ക് പഠിക്കാൻ ഫോർ എനി ടു റാൻഡം വേരിയബിളിൻ്റെ ആണെങ്കിൽ നമുക്കത് പഠിക്കാനില്ല. അത് കൺവല്യൂഷൻ തിയറി ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ സിലബസിൽ ഇല്ല പഠിക്കാൻ. ഓക്കെ, ഇനി അപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് ദേ ബോത്ത് അറൈവ് ബിറ്റ്വീൻ 515 and 545? ഓക്കെ, അതായത് എക്സിൻ്റെ വാല്യൂ 515 545 ഇടയ്ക്കായിരിക്കണം, വൈയുടെ വാല്യൂ 515 545 ഇടയ്ക്കായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ പറഞ്ഞപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ 5 to 6 എന്ന് പറഞ്ഞു. 5 to 6 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സമയമായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിലും ഇതിനിടയ്ക്കുള്ള സമയം ഇപ്പോൾ 515 എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ ആക്ച്വലി യു ഹാവ് ടു കൺസിഡർ ദാറ്റ് ആസ് 5.25. അപ്പോൾ ആ സമയത്തെ നമ്മൾ സാധാരണ റിയൽ നമ്പറിലേക്ക് കൊണ്ടുവരണം. സാധാരണ സമയം എടുക്കുന്ന പോലെ നമ്മൾ അതിനെ കാണാൻ പാടില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ പറഞ്ഞിരിക്കുന്നത് 515 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 5.25 എന്ന് പറഞ്ഞ നമ്പർ എടുക്കണം. 545 എന്ന് വെച്ചാൽ ആക്ച്വലി അതിൻ്റെ കറസ്പോണ്ടിങ് റിയൽ നമ്പർ എന്ന് പറയുന്നത് 5.75 ആയിരിക്കും. റൈറ്റ്, 5.25 എന്ന് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും ഒരു മണിക്കൂറിൻ്റെ 1/4 ആണ്. അപ്പോൾ അതുകൊണ്ട് 5.25 വരും. 5.25 എന്ന് പറയുന്നത് 3/4 ആണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി 5.75 എന്ന് വരും. അതുപോലെ തന്നെ വൈയുടെയും ഇതേ പ്രോബിലിറ്റി ഇതേ വാല്യൂവിന് ഇടയ്ക്ക് എടുക്കാനുള്ള പ്രോബിലിറ്റി വെച്ചിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രോബിലിറ്റിയാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇറ്റ്സ് ഇൻറ്റഗ്രൽ ഫ്രം 5.25 to 5.75, again integral from 5.25 to 5.75 dx dy. Okay, so integrate it from first one integrate ചെയ്യുമ്പോൾ dx നെ integrate ചെയ്യുമ്പോൾ x എന്ന് കിട്ടും. x ന്റെ അപ്പർ ലിമിറ്റ് 5.75 മൈനസ് 5.25 ആണ്. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 0.5 എന്ന് കിട്ടുക. ഫസ്റ്റ് ഇൻറ്റഗ്രൽ കാണുമ്പോൾ നമുക്ക് 0.5 എന്ന് കിട്ടും. വീണ്ടും 0.5 ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ y കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0.5 കോൺസ്റ്റന്റ് ആണ്, ഡിവൈഡ് ഇൻറ്റഗ്രൽ y ആണ്. yക്ക് വീണ്ടും 5.75 മൈനസ് 5.25 എടുക്കുമ്പോൾ വീണ്ടും ഒരു 0.5 കിട്ടും. സോ 0.5 ടൈംസ് 0.5 ഇസ് 0.25. അപ്പോൾ ഈ ബിയുടെ ആൻസർ എന്ന് പറയുന്നത് 0.25 ആണ്. ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇസ് if the first one to arrive will wait only 10 minutes before leaving to eat elsewhere, what is the probability that they have dinner at the health food restaurant? അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ 10 മിനിറ്റിനുള്ളിൽ തന്നെ അടുത്ത ആൾ വരണം. റൈറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ കറക്റ്റ് 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾ 5:10 ഇവിടെ എത്തണം, 5:10 എത്തണം. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് ഡിന്നർ കഴിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വരുന്നത് 5:30 ആണെങ്കിൽ നെക്സ്റ്റ് അടുത്ത ആൾ 5:40 മുമ്പായിട്ട് വരണം. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഈ ആക്ച്വലി ഇതിൻ്റെ വ്യത്യാസം ഇതാണ്, രണ്ടാൾക്കാർ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വരണം. ആദ്യം ഒരാൾ എത്തിയിട്ട് അടുത്ത ആൾ ആ കറക്റ്റ് നെക്സ്റ്റിൻ്റെ 10-നുള്ളിൽ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഒന്നിച്ച് ഡിന്നർ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണെന്നാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ഇറ്റ്സ് നോട്ട്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഇതാണ്, രണ്ടുപേരും എത്തുന്ന അറൈവൽ ടൈം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10 മിനിറ്റിൽ കുറവായിരിക്കണം. റൈറ്റ്, അപ്പോൾ മൊത്തം ഇതെന്ന് പറയുന്നത് 60 മിനിറ്റ് ആണല്ലേ, ഇത് ടോട്ടൽ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പോൾ അതിൽ 10 മിനിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 10 മിനിറ്റ്സ് എന്ന് പറയുന്നത്
10 മിനിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ടോട്ടൽ 1 അവറിൻ്റെ 1/6 പോർഷനാണ്. റൈറ്റ്, 10 മിനിറ്റ് വെച്ച് നോക്കിയാൽ മൊത്തം 6 പോർഷനാണ് ഉള്ളത്. അതിൽ ഒരു പോർഷനാണ് നമ്മൾ ഉദ്ദേശിക്കുക. റൈറ്റ്, നമ്മൾ ശരിക്കും 5 to 6 എന്ന് പറയുന്നത് റിയൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ, ടൈമിൽ നിന്ന് മാറ്റിയിട്ട് റിയൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ രണ്ടുപേര് തമ്മിലുള്ള ടൈം ഗ്യാപ്പ് 10 മിനിറ്റ് എന്ന് പറയുന്നതിന് പകരം നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, രണ്ടുപേര് തമ്മിലുള്ള ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 1/6 കുറയണം. ടൈമല്ല, ഈ 5 നും 6 നും ഇടയ്ക്ക് 1/6 കുറയണം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേർ ആദ്യം ആര് വരുന്നതിനകത്ത് പ്രസക്തിയില്ല. റൈറ്റ്, അപ്പോൾ എക്സ് മൈനസ് വൈ ഇതാണ് ഡിഫറൻസ് എന്ന് പറയാം. ഈ ഡിഫറൻസ് 1/6 കുറയണം. ഈ പ്രോപ്പർട്ടി ചോദിച്ചിരിക്കുക. പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ വൈ ആദ്യം വരികയും എക്സ് രണ്ടാമത് വരികയും ചെയ്യുമ്പോഴാണ് ഈ കേസ് വരിക, എക്സ് മൈനസ് വൈ. തിരിച്ചും വേണം വരാം, ആർക്ക് ആദ്യം വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മുടെ ഒരു മോഡുലസ് ഇതായിരുന്നു. റൈറ്റ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ആദ്യം ആര് വരുന്നു, മോഡ് എക്സ് മൈനസ് വൈ ഷുഡ് ബി ലെസ് ദാൻ 1/6 ആവാനുള്ള പ്രോബിലിറ്റി എത്ര എന്നാണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹോപ്പ് യു ഗെറ്റ് ദ ഐഡിയ. റൈറ്റ്, ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1/6 എന്ന് പറയുന്ന ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ മോഡുലസ് ലെസ് ദാൻ എ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ് മീൻസ് ദാറ്റ് നെഗറ്റീവ് 1/6 ലെസ് ദാൻ എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1/6 എന്നാണ്. ഇങ്ങനെ എഴുതാം തന്നെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ലെഫ്റ്റ് സൈഡ് ഇനീക്വാളിറ്റി എടുക്കുക. ആദ്യം -1/6 ലെസ് ദാൻ എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ലെഫ്റ്റ് ഇനീക്വാളിറ്റി എടുക്കുക. അതിൽ നിന്ന് വൈ കണ്ടുപിടിക്കാം. അപ്പോൾ വൈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ വൈ ഈസ് ലെസ് ദാൻ എക്സ് പ്ലസ് 1/6 എന്ന് പറഞ്ഞ ഒരു റീജിയൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റീജിയൻ നമുക്കൊന്ന് ട്രേസ് ചെയ്യണം. ഈ റീജിയൻ നമുക്ക് ആദ്യം വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/6 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനാണ് ആദ്യം വരയ്ക്കാൻ പോകുക. ഓക്കെ, അതിന് എക്സ് 0 ആകുമ്പോൾ നമുക്ക് വൈ 1/6 കിട്ടും. അപ്പോൾ ഒരു പോയിന്റ് ഇതാണ് 0, 1/6. നെക്സ്റ്റ് വൈ 0 ആകുമ്പോൾ എക്സ് -1/6 എന്ന് കിട്ടും. അപ്പോൾ 2 പോയിന്റ് കിട്ടി, 0, 1/6 -1/6, 0 എന്ന് പറയുന്ന ഒരു കർവ്. അതാണ് വൈ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ കർവ് എന്ന് പറയുന്നത് ഇതാണ്, വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/6 എന്ന് പറയുന്ന കർവ് നമ്മൾ വരയ്ക്കണം. റൈറ്റ്, ഇനി അതുപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുക, ഈ ഇനീക്വാളിറ്റി റൈറ്റ് സൈഡ് നോക്കുക. ആ ഇനീക്വാളിറ്റി റൈറ്റ് സൈഡ് നമ്മളോട് പറയുന്നത് എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1/6 എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് വൈ കണ്ടുപിടിക്കാം. വൈ മാത്രം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക, എക്സ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ വൈ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് 1/6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണം. സ്ട്രേറ്റ് ലൈൻ ഇതാണ്, വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1/6 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണം. അതിന് 2 പോയിന്റ് ആവേണ്ടത്. അപ്പോൾ ആദ്യം എക്സ് 0 ആണെങ്കിൽ വൈ -1/6 എന്ന് കിട്ടും, വൈ 0 ആണെങ്കിൽ എക്സ് 1/6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിന്റ് കിട്ടി. അപ്പോൾ ഈ 2 കർവുകൾ നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആ കർവ് നമ്മൾ വരയ്ക്കുകയാണ്. എക്സ് ആക്സ് വൈ ആക്സ് വരയ്ക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, നമ്മൾ വരയ്ക്കാൻ പോകുന്ന ആദ്യം വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/6 ആണ് ഇത്. അപ്പോൾ 0, 1/6 എന്ന് പറയുന്ന പോയിന്റ്, -1/6, 0 എന്ന് പറയുന്ന പോയിന്റ്, 0, 1/6 എന്ന് പറയുന്ന ഈ പോയിന്റ്, -1/6, 0 എന്ന് പറയുന്ന ഈ പോയിന്റ് കൂടി ജോയിൻ ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. ഇത് അപ്പോൾ ഇതാണ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/6 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഇതുപോലെ അടുത്ത സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. അത് 0, -1/6, 1/6, 0 ആണ്. അപ്പോൾ എക്സ് 0, വൈ -1/6 എന്ന് പറയുന്ന ഈ പോയിന്റ്, അടുത്ത 1/6, 0 എന്ന് പറഞ്ഞ ഈ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇങ്ങനെ 2 സ്ട്രേറ്റ് ലൈൻ നമ്മൾ വരയ്ക്കാം. ഇതിനിടയ്ക്കുള്ള റീജിയൻ ആണ് നമുക്ക് വേണ്ടത്. ആക്ച്വലി എക്സിന്റെ വേരിയേഷൻ 0 to 1 ഉം വൈയുടെ വേരിയേഷൻ 0 to 1 ആണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന ഷെയ്ഡഡ് പോർഷനിലാവണം എക്സും വൈയും. അപ്പോഴാണ് മോഡ് എക്സ് മൈനസ് വൈ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ലെസ് ദാൻ 1/6 എന്ന് കിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഈ റീജിയനിലാവാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുക. ഈ റീജിയനിലാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. റൈറ്റ്, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഇൻ്റഗ്രേഷൻ അത്ര എളുപ്പമുള്ളൊരു ഇൻ്റഗ്രേഷൻ അല്ല. ഇതിനെ നമ്മൾ ഓരോ റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ എപ്പോഴും ഡബിൾ ഇൻ്റഗ്രേഷൻ നമ്മളൊരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പോ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പോ എടുക്കാം. അപ്പോൾ പ്രശ്നം ഇതാണ്, ഇപ്പോൾ ഇവിടെയാണ് ഞാൻ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുന്നതെങ്കിൽ ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിൻ്റെ താഴത്തെ പോർഷൻ ഈ ലൈനിൽ ടച്ച് ചെയ്തിരിക്കുക. പക്ഷെ അത് ഇവിടം വരെയുള്ളൂ. റൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ലോവർ ലിമിറ്റ് വേറൊരു കർവിലേക്ക് മാറും. അതുപോലെ അത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് വേറൊരു പോയിന്റിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ വെർട്ടിക്കൽ സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് തിരിച്ച് നമ്മൾ എടുത്താലും, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്താൽ അത് ഇവിടം വരെ വരുള്ളൂ. ആ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആയിരിക്കില്ല ഇവിടെ വരുമ്പോൾ. കാരണം അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഒരു സ്ഥലത്ത് ഈ കർവാണ്, വേറൊരു സ്ഥലത്ത് ഈ കർവാണ്, വേറൊരു സ്ഥലത്ത് വേറൊരു കർവാണ്, റൈറ്റ് സൈഡിലെ കർവൊക്കെ മാറും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ 3 ആയിട്ട് തിരിക്കാൻ പോവുകയാണ്. റൈറ്റ്, അപ്പോൾ ഒരു പോയിന്റ് ഇതാണ്, 1/6 മുതൽ മുകളിലേക്കുള്ള ഒരു ലൈൻ വരയ്ക്കാം. അടുത്തത് ഈ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/6 എന്ന് പറയുന്ന ഈ കർവ് y ഈസ് ഈക്വൽ ടു 1ൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഇവിടെ y 1 കൊടുത്താൽ മതി. അപ്പോൾ എക്സ് കോർഡിനേറ്റ് നമുക്ക് 5/6 എന്ന് കിട്ടും.
ഇപ്പോൾ എക്സ് 5/6 ആകുമ്പോൾ എന്താ എക്സ് 5/6 കൊടുക്കുമ്പോൾ 5/6 + 1/6 y = 1 എന്ന് കിട്ടും. അതാണ് ഈ പോയിന്റ്. ഇതാണ് ഒരു കർവ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 റീജിയൻ വരച്ചതിന് ശേഷം ഓരോ റീജിയനിലും ഓരോ വെർട്ടിക്കൽ സ്ട്രിപ്പുകൾ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന വെർട്ടിക്കൽ സ്ട്രിപ്പ് ഇതാണ് ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് ഫസ്റ്റ് റീജിയനിൽ. ഈ റീജിയൻ നമുക്ക് C1 എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തത് C2 എന്ന് പറയുന്ന റീജിയനാണ്. C2ലും ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കാം. ഓക്കെ, C2ലെ വെർട്ടിക്കൽ സ്ട്രിപ്പ് ഇതാണ്. ഓക്കെ, ഇതാണ് C2 എന്ന് പറയുന്ന റീജിയൻ. അടുത്തത് C3 ആണ്. C3 എന്ന് പറയുന്ന ഇവിടെ നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് ഇതാണ് എടുക്കുക. ഇതാണ് C3 എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം. ഓക്കെ, ഇനിയിപ്പോൾ C1 നമുക്ക് ഈ ഇൻ്റഗ്രൽ കാണണം. ഓൺ C1. ഓക്കെ, അപ്പോൾ C1 ഇൻ്റഗ്രേഷൻ ഇതാണ്. ഡബിൾ ഇൻ്റഗ്രൽ. നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ എപ്പോഴും 1 ആണല്ലോ, dx dy. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് വൈയുടെ ലിമിറ്റും പിന്നെ എക്സിൻ്റെ ലിമിറ്റും ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈയുടെ ലിമിറ്റ് നോക്കുക. വൈയുടെ ലിമിറ്റ് ലെഫ്റ്റ് ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് എവിടെയാണ് ഇരിക്കാൻ നോക്കുക. അതായിരിക്കും വൈയുടെ ലിമിറ്റ് എന്ന് പറയാം. അപ്പോൾ വൈയുടെ ലിമിറ്റ് 0 മുതൽ y = അപ്പർ ലിമിറ്റ് മുകളിലത്തെ കർവിൽ നിന്ന് y കണ്ടുപിടിക്കാം. മുകളിലത്തെ കർവിൽ y = x + 1/6 ആണ്. x + 1/6. എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ കർവിനെ ഈ C1 റീജിയനിൽ മാത്രം മൂവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 0 മുതൽ റൈറ്റ് സൈഡിൽ 1/6 വരെ മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എക്സിൻ്റെ ലിമിറ്റ് 0 to 1/6 ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട വാല്യൂ ഇതാണ്. ഫസ്റ്റ് y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to x + 1/6 എന്ന് കൊടുക്കുക. അതിനുശേഷം എക്സിൻ്റെ ലിമിറ്റ് 0 to 1/6 എന്ന് കൊടുക്കുക. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ വളരെ എളുപ്പമാണ്. കാരണം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനായിട്ട് ഇൻ്റഗ്രേഷൻ പാർട്ട് എളുപ്പമാണ്. ഡിവൈഡ് ഇൻ്റഗ്രൽ ജസ്റ്റ് y ആണ്. അപ്പോൾ yക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് x + 1/6 എന്ന് തന്നെ കിട്ടും, dx. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ ഇൻ്റഗ്രൽ x²/2 + x/6 ആണ്. ലിമിറ്റ് 0 to 1/6 കൊടുക്കുക. അപ്പോൾ 1/6ൻ്റെ സ്ക്വയർ 1/36, 1/72 + 1/36 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. 3/72 എന്ന് കിട്ടും. 3/72 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് ഫർദർ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 1/24 എന്ന് കിട്ടും. 1/24. അപ്പോൾ അതാണ് ഫസ്റ്റ് C1 എന്ന് പറഞ്ഞ റീജിയനിലെ ഇൻ്റഗ്രൽ. അടുത്ത് നമുക്ക് ഇതുപോലെ C2 എന്ന് പറഞ്ഞ റീജിയനിലെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. ഓക്കെ, C2ലെ ഇൻ്റഗ്രൽ ഇതാണ്. നമ്മളിവിടെ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തിരിക്കുക. അപ്പോൾ വൈയുടെ വേരിയേഷൻ നോക്കുക. ഏറ്റവും താഴത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 ആണ് ടു അപ്പർ ലിമിറ്റ്. വൈയുടെ ഏറ്റവും താഴത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് y = ഈ കർവിൽ അറ്റാച്ച് ചെയ്തിരിക്കുക. അപ്പോൾ y = x - 1/6 ടു മുകളിൽ ഈ കർവിലാണ് x + 1/6 വരെയാണ്. ഓക്കെ, അപ്പോൾ വൈയുടെ ലിമിറ്റ് x - 1/6 ടു x + 1/6 വരെയാണ്. എക്സിൻ്റെ വേരിയേഷൻ നമ്മൾ കണ്ടു. ഈ C2 എന്ന് പറഞ്ഞ റീജിയൻ്റെ ലെഫ്റ്റ് എൻഡ് 1/6 മുതൽ റൈറ്റ് എൻഡ് 5/6 വരെയാണ്. ഓക്കെ, അപ്പോൾ 1/6 ടു 5/6 കൊടുക്കുക. അപ്പോൾ ഇത് ഡബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 1 dy dx ആണ്. അപ്പോൾ വൈയുടെ വേരിയേഷൻ x - 1/6 ടു x + 1/6 എന്ന് കിട്ടും. ഇത് 1/6 ടു 5/6 എന്ന് കിട്ടും. ഈ ഇൻ്റഗ്രലാണ് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 1/6 ടു 5/6 ഓഫ് ഡിവൈഡ് ഇൻ്റഗ്രൽ y ആണ്. yക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ x + 1/6 കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ x - 1/6 കിട്ടും, dx. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 1/6 ടു 5/6 എക്സും എക്സും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2 ടൈംസ് 1/6 എന്ന് കിട്ടും, dx. ഓക്കെ, അതായത് 2/6 ടൈംസ് അടുത്ത അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 5/6 മൈനസ് ലോവർ ലിമിറ്റ് 1/6 എന്ന് കിട്ടും. അതായത് 2/6 ടൈംസ് 4/6 എന്ന് കിട്ടും. 2/9 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇതുപോലെ നമുക്ക് C3യിലേയും കണ്ടുപിടിക്കാം.
ഇതുപോലെ തന്നെയാണ് മൂന്നാമത്തെ റീജിയനും. മൂന്നാമത്തെ റീജിയനിൽ ഇവിടെ വൈയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 1/6 to 1 ആണ്. ആൻഡ് എക്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് എൻഡ്, അതായത് 5/6 to റൈറ്റ് എൻഡ് 1 ആണ്. ഓക്കെ, അപ്പോൾ C3 ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ലൈക്ക് എക്സ് മൈനസ് 1/6 to 1, 5/6 to 1, 1 dy dx. പിന്നെ y കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് 1 മൈനസ് എക്സ് മൈനസ് 1/6. ഇത് സിംപ്ലിഫൈ ചെയ്യുക. സോ വിൽ ഗെറ്റ് 7/6 minus x. Integrate this one with respect to x. So 7x/6 minus x square by 2 from 5/6 to 1. Substitute here. This is what you will get when you use your calculator. This is what the answer. Okay, അപ്പോൾ ഇതിൻ്റെ ആൻസർ 0417 ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഈ 3 റീജിയനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് സം ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് റീജിയനിൽ 0.0417, 0.2222, അതുപോലെ 0.0417 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0.3056 കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയാം. ഓക്കെ, സോ ദിസ് പ്രോബ്ലം ആക്ച്വലി ഇതൊരു പെർട്ടിക്കുലർ റീജിയനിലുള്ള ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ആ റീജിയൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഈ പ്രോബ്ലം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതർവൈസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, രണ്ട് എക്സും വൈയും രണ്ട് വേരിയബിളിൻ്റെ മാർജിനൽ ഡെൻസിറ്റീസ് നമുക്ക് ഇൻഡിവിജ്വൽ മാർജിനൽ ഡെൻസിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഈ മാർജിനൽ ഡെൻസിറ്റീസിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി പ്രോബ്ലംസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ. ഓക്കെ, താങ്ക് യു, ബൈ.